ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും നിസ്സാരമാക്കി തള്ളിക്കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോകളും ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്രത്തോളം ആളുകൾ ക്യാൻസർ ബാധിതരായി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും എത്രത്തോളം പേര് മരണപ്പെട്ടു എന്നുള്ളതും വ്യക്തമാക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ. നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് ICMRൻ്റെ സർവേ പ്രകാരം 2012 1300 പേരാണ് ഒരു ദിവസം ക്യാൻസർ അസുഖം മൂലം നമ്മുടെ രാജ്യത്ത് മരണപ്പെടുന്നത്. 2012 ഒരു സർവേയിൽ മാത്രമാണ് ഈ ഒരു കാര്യമാണ്. 1300 പേര്. അതേ കാലയളവിൽ 2012 മുതൽ 2014 വരെയുള്ള കാലയളവിലെ സർവേനകത്ത് 6% ഇതിൻ്റെ മരണസംഖ്യ വീണ്ടും ഉയരാൻ കാരണമാവുകയുണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിൽ 5 ലക്ഷത്തോളം പേരാണ് ഈ അസുഖം മൂലം നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടു പോകുന്നത് എന്നുള്ളതും ഇവരുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ള 2018 ഇന്ത്യയിലെ ക്യാൻസർ രോഗികളുടെ സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് നോക്കാം. ക്യാൻസർ അസുഖമായി നമ്മുടെ രാജ്യത്ത് ഏകദേശം 2.25 മില്യൺ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അതായത് ഏകദേശം 25 ലക്ഷത്തോളം പേര് വരുന്നുണ്ട്. ഓരോ വർഷവും പുതിയ ക്യാൻസർ രജിസ്റ്റർ ചെയ്യുന്നതാവട്ടെ 11,57,294 മുകളിലും വരുന്നുണ്ട്. ക്യാൻസർ റിലേറ്റഡ് ഡെത്ത്, അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നവരായിട്ട് 7,84,821 പേര് ഏകദേശം ക്യാൻസർ ബാധിച്ച് മരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് 2018 കണക്കനുസരിച്ച്. ഇതിനകത്ത് പുരുഷന്മാർ 9.8%, സ്ത്രീകൾ 9.42% മരണപ്പെടുന്നുണ്ട്. ഇതാണ് 2018 ഒരു പൊതുവായുള്ള ഒരു കണക്ക്. ഇതാണ് ICMRൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം 2018 മാത്രം മരണപ്പെട്ടവരുടെ എണ്ണം 7,84,821 പേരും. ഇതിനകത്ത് പുരുഷന്മാർ 4,13,519 പേരും, സ്ത്രീകൾ 3,71,302 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ. ആകെയുള്ള ക്യാൻസറിൻ്റെ 14% ഈ ക്യാൻസർ കണ്ടുവരുന്നത് സ്ത്രീകളിൽ. ഒരു 50 വയസ്സ് മുതൽ 64 വയസ്സ് വരെയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ 2018 കണക്കനുസരിച്ചിട്ടാണെങ്കിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1,62,468 പേരും. ഇതിനകത്ത് കഴിഞ്ഞ 2018 മാത്രം മരണപ്പെട്ടിട്ടുള്ളത് 87,900 പേരുമാണ് കഴിഞ്ഞ 2018 മരണപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ക്യാൻസറാണ് സർവിക്കൽ ക്യാൻസർ. ഏകദേശം സ്ത്രീകളുടെ മൊത്തം ക്യാൻസറിൻ്റെ കണക്കനുസരിച്ച് 22%, ആകെ ക്യാൻസറിൻ്റെ 12% ഈ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. യൂട്രസിൻ്റെ ഭാഗത്താണ് ഈ ക്യാൻസർ കണ്ടുവരുന്നത് സ്ത്രീകളിൽ. മാത്രമല്ല 2018 കണക്കനുസരിച്ചിട്ടാണെങ്കിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 96,922 പേരും 2018 മാത്രം മരണപ്പെട്ടത് 60,078 പേരുമാണ്. ഇത് വരുന്ന ഒരു ഏജിൻ്റെ വേരിയേഷൻ നോക്കുകയാണെങ്കിൽ സാധാരണ നോർമലായിട്ട് 38 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കണ്ടുവരുന്നത്. എങ്കിൽ പോലും 21 വയസ്സ് മുതൽ 67 വയസ്സ് വരെക്കിടയിൽ ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന മറ്റൊരു വലിയ ക്യാൻസറാണ് വായിൽ വരുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഓറൽ ക്യാൻസർ. ഇന്ത്യയിലെ പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ കൂടിയാണിത്. ആകെ ക്യാൻസറിൻ്റെ 16.1% വരും ഇത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്യാൻസർ കൂടിയാണിത്. പുരുഷന്മാരും സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻസർ കൂടിയാണിത്. ആകെ ക്യാൻസറിൻ്റെ 10.4% ഈ ക്യാൻസർ വരുന്നുണ്ട്. മൊത്തം ക്യാൻസറിൻ്റെ 10.4%. വായിൽ വരുന്ന ക്യാൻസറിൻ്റെ 2018 കണക്കനുസരിച്ച് പുതിയതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1,19,992. ആകെ മരണം സ്ത്രീകളിലും പുരുഷന്മാരടക്കം 72,616. ഇതിൽ 80% മുതൽ 90% ഓറൽ ക്യാൻസർ വരുന്നത് കാരണം പുകവലിയാണ്. അതും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് പ്രധാനപ്പെട്ടും ഇത് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ പ്രധാനപ്പെട്ട ക്യാൻസർ കണ്ടുവരുന്ന ഭാഗങ്ങൾ ലിപ്പ്, വായ്ക്കകത്ത് അല്ലെങ്കിൽ ഓറൽ കാവിറ്റി, ലങ്സ്, സ്റ്റൊമക്ക്, കോളോറക്ടൽ അതായത് ഇൻറ്റസ്റ്റൈനിലെ ഭാഗം, മലം പോകുന്ന ഭാഗങ്ങളെല്ലാം, പിന്നെ ഈസോഫാഗസ് എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും പുരുഷന്മാർക്ക് ക്യാൻസർ കണ്ടുവരുന്ന ഭാഗം. സ്ത്രീകളിൽ പ്രധാനപ്പെട്ട ക്യാൻസർ വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ബ്രസ്റ്റ്, അതുപോലെ ലിപ്പ്, ചുണ്ടുഭാഗം, ഓറൽ ക്യാവിറ്റി അതായത് വായ്ക്കകത്തുള്ള ഭാഗം, പിന്നെ യൂട്രസിൻ്റെ ഭാഗമായ സെർവിക്കൽ ഭാഗം, പിന്നെ ലങ്സ്, അതുകൂടാതെ തന്നെ ഗ്യാസ്ട്രിക് അതായത് ഗ്യാസ് സംബന്ധമായ കാര്യം വന്ന് അത് അൾസറായി പുണ്ണായി അവിടെ വീണ്ടും ക്യാൻസർ സംഭവിക്കാൻ ചാൻസ് കൂടുന്നു.
പുരുഷനിലും സ്ത്രീകളിലും കാണപ്പെടുന്ന പ്രധാന ക്യാൻസറുകളാണ് ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് തുടക്കം മുതൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മരണ റേറ്റ് വളരെ കുറക്കാൻ സഹായകരമാകും. മാത്രമല്ല ഈ വായക്കകത്ത് വരുന്ന ക്യാൻസർ അതുപോലെ ലങ്സിനകത്ത് വരുന്ന ക്യാൻസറുമാണ് പുരുഷന്മാരിൽ 25% അവരുടെ മരണത്തിനിടയാക്കുന്നത്. എന്നാൽ സ്ത്രീകളിലാവട്ടെ അവർക്ക് ക്യാൻസർ വന്ന് മരണപ്പെടാൻ 25% കാരണമാകുന്നത് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ വായക്കകത്ത് വരുന്ന ഓറൽ ക്യാൻസറും അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി ക്യാൻസറും കൂടാതെ തന്നെ സർവിക്കൽ ക്യാൻസറുമാണ് 25% സ്ത്രീകളിൽ മരണത്തിന് ഇടയാക്കുന്നതും. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്